നമസ്കാരം ചേട്ടാ. നമസ്കാരം ചേട്ടാ, ഇതില് തലവേദന, ജലദോഷം, നീർക്കെട്ടിനുള്ള മരുന്നുണ്ട്. നിങ്ങളെ പോലത്തെ കുറെ ആൾക്കാർ ഇപ്പൊ ഇറങ്ങിക്കോ ഓരോ ഉടായിപ്പോണ്ട്. ഇല്ല ചേട്ടാ, പണിയെടുക്കാൻ പറ്റാത്തത് കൊണ്ട് വീട്ടു മരുന്ന് നടക്കുക. അപ്പൊ ഇതല്ലാതെ വേറെ എന്തായിരുന്നു പണി? ഇവിടെ കാല് സുഖമില്ല ചേട്ടാ. കാല് സുഖമില്ലാതെ ഭയങ്കര കഷ്ടപ്പാടിലുണ്ട്. അല്ല, അത് ശരിയാണ്. കാരണം കാലിന് സുഖമില്ലായിട്ട് അവന് കക്കാനും മോഷ്ടിക്കാനും നടക്കില്ലല്ലോ. സ്വന്തമായിട്ട് ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കല്ലേ. അല്ല, ഇപ്പത്തെ കാലാവ് കൊണ്ട് പറയണേ, ഓരോന്ന് കാണും കേൾക്കും ചെയ്യണല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. അല്ല, എന്തൊക്കെ നിങ്ങളെ അടുത്ത് ഉള്ളത്? അതേ മരുന്ന് തന്നെ ഉള്ളു ചേട്ടാ. ഇതില് നീർക്കെട്ട്, തലവേദന അതേ മരുന്ന്. കാട്ടുമരുന്ന് ചേട്ടാ, കാട്ടിലുണ്ടാക്കുന്ന നല്ല മരുന്ന് ചേട്ടാ. ഇതാണ് മരുന്ന് ചേട്ടാ, നല്ല മരുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ വില വരുന്നത്? ഇത് ഒരേ എണ്ണം എടുത്താൽ 100 രൂപ ചേട്ടാ. 2 മരുന്നിക്ക് 150 കൊടുക്കാം ചേട്ടാ. ഇത് എവിടുന്ന് കൊണ്ടുവന്നതാ? ഇത് അട്ടപ്പാടി കാട്ടിലുണ്ട് ചേട്ടാ. കാട്ടിൽ നിന്ന് ആദിവാസി പെണ്ണുങ്ങൾ പോയി എടുത്തിട്ട് വരുന്നത് ചേട്ടാ. നല്ല മരുന്ന് ചേട്ടാ. ആദിവാസി ഊരിലെ ചെയ്യുന്നത്. വേര് നിന്നാ? വേരില് ഇല ഇருக்கு, இந்த കല്ല് കായ് ഇருக்கு. എന്നിട്ട് ഇതിന്റെ ഉപയോഗ രീതി എങ്ങനെയാണ്? ഇത് നെറ്റിയിലെ തലവേദന ഉണ്ടാകുമ്പോ പൊട്ടാം. ജലദോഷം ഉണ്ടെങ്കിൽ മൂക്കിൽ ഇങ്ങനെ വലിച്ചാൽ മതി. അത് 2 ദിവസം ഉപയോഗിച്ചാൽ നീർക്കെട്ടിന് ഇങ്ങനെ പൊട്ടിയാൽ മതി ചേട്ടാ. പിന്നെ നീർക്കെട്ടുള്ള സ്ഥലത്ത് ഇങ്ങനെ തടവി കൊടുത്താൽ മതി. എനിക്കൊന്ന് വലിച്ചു നോക്കണം. അതാണ് നമുക്ക് വേണ്ടത്. സാമ്പിൾ നോക്കിയാലേ നമുക്ക് ഇതിലൊരു വിശ്വാസം ഉണ്ടാവും. ഇന്ന ചേട്ടാ, ഒന്ന് പുരട്ടി നോക്ക്, ഒന്ന് വാസനിച്ച് നോക്ക് ചേട്ടാ. ഇതാ, 2 ആളും ഒന്ന് പുരട്ടി നോക്ക്. മാറ്റണ്ടെങ്കിൽ 3 കുപ്പി വാങ്ങും. Bonk.